കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 15. രചന ശാലിനി ഇ.എ. തങ്ങളുടെ നേർക്ക് നടന്നു വരുന്ന രണ്ടു പേരിൽ തന്നെയായിരുന്നു കാളിദാസിൻ്റെയും ബാലുവിൻ്റെയും മിഴികൾ. എന്നാൽ തന്നെ നോക്കി നിൽക്കുന്നവൻ്റെ ചോദ്യങ്ങളെ അതേ നാണയത്തിൽ തന്നെ നേരിടാൻ തയ്യാറെടുത്തുകൊണ്ടാണ് ജ്വാല ഓരോ ചൂടും മുന്നോട്ട് വെച്ചത്. തുടർന്ന് വായിക്കുക. ഹായ് ജ്വാല മിസ് ആൻഡ് ഹൃദയ ചേച്ചി, നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. അതുകൊണ്ട് രണ്ടുപേരെയും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ളതും എൻ്റെ ആഗ്രഹം. വന്നേ. ഹൃദയെയും ജ്വാലയെയും കണ്ടതും വർദ്ധിച്ച സന്തോഷത്തോടെ കാളിന്തി വിളിച്ചു പറഞ്ഞു. അതോടൊപ്പം തന്നെ രണ്ടുപേരെയും പിടിച്ച് അവൾക്ക് ഇരുവശവും നിർത്തി. രണ്ടുപേരെയും കാളിന്തിക്ക് അടുത്തായി നിർത്തി കുറച്ച് മാറി നിന്ന് അവരെ വീക്ഷിക്കുകയായിരുന്നു സേതുലക്ഷ്മി. ബാലു പെട്ടെന്ന് അവരെ കൈകളിൽ പിടിച്ച് വലിച്ചു കാളിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആരാ അമ്മേ അവർ? രണ്ടും ഇരട്ടകളാണോ? അതിൽ ആരെയും തനിക്ക് മുൻപ് പരിചയമില്ല എന്നതുപോലെ ബാലു സേതുലക്ഷ്മിയോട് ചോദിച്ചു. ആ സാരി എടുത്ത കൊച്ചുണ്ടല്ലോ, അതാണ് ജ്വാല. ട്യൂഷൻ സെൻറ്ററിൽ ആ കുട്ടി കണക്ക് ടീച്ചറായി വന്നതുകൊണ്ടാണ് ഇന്ദുമോൾക്ക് ഫുൾ A+ കിട്ടിയത്. ഈ ഒരാഴ്ചയായി രാവിലെ ഇന്ദുമോൾക്ക് ട്യൂഷൻ എടുക്കാനായി ആ കൊച്ചി ഇവിടെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ദുമോൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഒത്തിരി ഇഷ്ടമാണ് ജ്വാലയെ. കാളിദാസിന് ആ വാർത്ത കേട്ട് ആശ്ചര്യമാണ് തോന്നിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവളീ വീട്ടിൽ വരുന്നുണ്ടെന്നോ? എന്നിട്ട് താനെന്തേ അറിയാതിരുന്നത്? അപ്പോൾ കൂടെയുള്ളത് അവളുടെ അനിയത്തിയാണോ? അതോ അവർ ടിൻസാണോ? കാളിദാസിൻ്റെ ചിന്ത ഈ വഴിക്ക് പോകുമ്പോൾ ബാലുവിൻ്റെ ചിന്ത വേറൊരു തരത്തിലായിരുന്നു. ഇവളെക്കുറിച്ചുള്ള വർണ്ണനകളാണല്ലോ ഈശ്വര കഴിഞ്ഞ 2 മാസമായി താൻ കേൾക്കുന്നത്. എന്നാലും അത് ഈ അവതാരമാണെന്ന് അറിഞ്ഞില്ലല്ലോ. അപ്പോൾ മറ്റേ കുട്ടിയോ? അതവളുടെ അനിയത്തിയാണോ? ബാലു വീണ്ടും സേതുലക്ഷ്മിയോട് ചോദിച്ചു. അത് ചോദിച്ചവൻ്റെ മുഖത്തേക്ക് സേതുലക്ഷ്മി ഒന്ന് കടുപ്പിച്ചു നോക്കി. അവളെ നിനക്കറിയില്ലേ? ഇല്ല. നിനക്കോ? സേതുലക്ഷ്മി കാളിദാസിൻ്റെ നേർക്ക് നോക്കി. ഇല്ലെന്നവൻ മുഖം ചലിപ്പിച്ചു. അത് ശരി, കൂട്ടുകാരൻ്റെ സിസ്റ്ററെ നിങ്ങളിതുവരെ കണ്ടിട്ടില്ല? ഏത് കൂട്ടുകാരൻ്റെ? കാളിദാസ് ചോദ്യത്തോടൊപ്പം ബാലുവിൻ്റെ നേർക്ക് നോക്കി. നിങ്ങളെന്താ രണ്ടും കൂടെ പൊട്ടം കളിക്കുകയാണോ? സേതുലക്ഷ്മി കുറച്ച് ദേഷ്യത്തോടെ തന്നെ രണ്ടുപേരോടും ചോദിച്ചു. സത്യമായും അറിയില്ല. ഏത് കൂട്ടുകാരൻ്റെ? അമ്മ തെളിച്ചു പറയുന്നേ. നിങ്ങൾ രണ്ടും കൂടിയല്ലേ കൂട്ടുകാരനും പെങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞത്? അവരൊരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്നതുമല്ലേ? എന്നിട്ടും നിങ്ങൾക്ക് അവരെ അറിയില്ല? അന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നത് മാധവല്ലേ ചെറിയമ്മേ? അതെ, മാധവ് തന്നെ. ആ മാധവിൻ്റെ അനിയത്തിയാണ് ഹൃദയ. അമ്മേ, അതെങ്ങനെ ശരിയാകും? ഒരുപോലെ ഇരിക്കുന്ന ഇവർ രണ്ടിടത്താണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന വല്ല ജോക്കും പറയുന്നേ. അത് ശരി. അപ്പോൾ കൂട്ടുകാരൻ്റെ പെങ്ങളെ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലല്ലേ? അതിൻ്റെയാണ് രണ്ടുപേരുടെയും മുഖത്തെ ഈ ഭാവം. എൻ്റെ ചെക്കന്മാരെ, ഞങ്ങളൊരാഴ്ച മുമ്പേ ഞെട്ടിയിരിക്കുന്നതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാഴ്ച ഒരു പ്രശ്നമല്ല. അതിശയം തോന്നുന്ന കാര്യം മറ്റൊന്നാണ്. ജ്വാലയെ കണ്ടിട്ടും മാധവിൻ്റെ മുഖത്തോ ഹൃദയയുടെ മുഖത്തോ യാതൊരു ഭാവവ്യത്യാസവുമില്ല. അതിനർത്ഥം ഒന്നുകിൽ അവർ ഞങ്ങളെപ്പോലെ ഇതിനു മുൻപേ ഞെട്ടിയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ഇതിനു പിന്നിൽ അവർക്ക് അറിയുന്ന ഒരു രഹസ്യമുണ്ടാകും. കാരണം ജ്വാല ഇന്നിവിടെ വന്ന നിമിഷം മുതൽ എൻ്റെ ശ്രദ്ധ മുഴുവൻ മാധവിൻ്റെയും ഹൃദയയുടെയും മുഖത്തായിരുന്നു. അതിനർത്ഥം അവർ ജ്വാലയെ ആദ്യമായി കാണുകയായിരുന്നില്ല. സേതുലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് രണ്ടുപേരും അത്ഭുതത്തോടെ ജ്വാലയെയും ഹൃദയെയും നോക്കി. അപ്പോഴേക്കും അവർക്കരികിലേക്ക് മാധവ് കയറി വന്നിരുന്നു. ഞാനും ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നവൻ പറഞ്ഞതും കാളിദാസും ബാലുവും അവനരികിലേക്ക് ചെന്നു. അവർ 3 പേരും കാളിന്തിയോടൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തു. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ദാസ്. എന്താ എന്ന അർത്ഥത്തിൽ കാളിദാസ് മാധവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി എനിക്കൊരു ഫോട്ടോ എടുക്കണം. അത് കേട്ടതും കാളിദാസിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇതിൽ ഒരാളല്ലേ നിൻ്റെ അനിയത്തി?
അപ്പോൾ എന്തിനാണ് രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നത്? ഒന്നെൻ്റെ അനിയത്തിയാണെങ്കിൽ ഒന്നെൻ്റെ സ്റ്റുഡൻ്റാണ്. മാധവ് അങ്ങനെ പറഞ്ഞതും സേതുലക്ഷ്മി മുന്നോട്ട് വന്നു. മാധവിന് അങ്ങനെയൊരു ആഗ്രഹമുണ്ടെങ്കിൽ എന്തിനാണ് അനുവാദം ചോദിക്കുന്നത്? അവർ തന്നെ മാധവൻ്റെ ഇരുവശവും ജോലയെയും ഹൃദയയും നിർത്തി മാധവ് രണ്ടുപേരുടെയും തോളിൽ കൈവച്ചും കൊണ്ട് അവരെ തന്നോട് ചേർത്ത് നിർത്തി. ആ നിമിഷം അവൻ്റെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞിരുന്നു. തന്നെ പിടിച്ച സാറിൻ്റെ കൈകൾ വിറയ്ക്കുന്നത് ജോല അറിയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. മാധവ് ഫോട്ടോ എടുത്ത് മാറി നിന്നതിന് ശേഷം അടുത്തയാളുകൾ ഫോട്ടോ എടുക്കാൻ ആയി കയറി വന്നിരുന്നു. ജോല മിസ് കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നല്ലേ? ഈ ഒരാഴ്ച ഞങ്ങൾക്കും തിരക്കായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ കാണാതിരുന്നത്. ചിരിച്ചുകൊണ്ട് ബാലു പറഞ്ഞതും ജോല അനിഷ്ടം കൊണ്ടെന്ന പോലെ തലയൊരു സൈഡിലേക്ക് തിരിച്ചു. ആ സമയം കാളിദാസിൻ്റെ ശ്രദ്ധ മുഴുവൻ ജോലയുടെ നെറ്റിയിലെ മുറിവിലായിരുന്നു. സ്റ്റിച്ചിൻ്റെ പാടുകൾ അവളുടെ നെറ്റിയിൽ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ആർദ്രമായ മനസ്സിനെ അടുത്ത നിമിഷം കടിഞ്ഞാണിട്ടു പിടിച്ചു കാളിദാസ്. അതിൻ്റെ ബാക്കിയെന്നോണം തല ഒന്ന് കുടയുകയും ചെയ്തു. ചെറിയമ്മേ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? കാളിദാസ് സേതുലക്ഷ്മിയുടെ നേർക്ക് തിരിഞ്ഞു. ചോദിക്ക്. ചെറിയമ്മയുടെ അശ്രദ്ധ മൂലം മറ്റൊരു വണ്ടിയിൽ ഇടിക്കാൻ ചെന്ന ചെറിയമ്മയുടെ വാഹനവും റോഡിൻ്റെ സൈഡിലേക്ക് മറിഞ്ഞു വീഴുന്നു. അതുമൂലം ചെറിയമ്മയ്ക്ക് പരിക്ക് പറ്റുന്നു. അതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം എന്നോണം ചെറിയമ്മയ്ക്ക് എതിർവാഹനത്തിൻ്റെ ആൾക്കാർ കുറച്ചു പൈസ തരുന്നു. അഹങ്കാരമൂത്ത ചെറിയമ്മ ആ പൈസ അയാളുടെ മടിയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് പോയി തൻ്റെ അമ്മയ്ക്ക് സാരി വാങ്ങിക്കൊടുക്കുമെന്ന് പറയുന്നു. അയാളുടെ അമ്മയെ അത്രയും വില കുറച്ച് കണ്ട ചെറിയമ്മയുടെ ആ സംസാര രീതി ഇഷ്ടപ്പെടാത്ത അയാൾ ആ പൈസക്കൊരു സാരി വാങ്ങി ചെറിയമ്മയുടെ മുഖത്തേക്ക് എറിഞ്ഞു തരുന്നു. അങ്ങനെയൊരു സാരി ചെറിയമ്മയ്ക്ക് കിട്ടിയാൽ ചെറിയമ്മ എന്തു ചെയ്യും? ചോദ്യം ചോദിച്ചതിന് ശേഷം കാളിദാസ് ഇടം കണ്ടാൽ ജോലയെ ഒന്ന് നോക്കി. ഒരു നിമിഷം പുരികം ചുളിച്ചും കൊണ്ടവർ കാളിദാസിൻ്റെ മുഖത്തേക്ക് നോക്കി, പിന്നെ ജോലയുടെ മുഖത്തേക്കും. ജോല, നിനക്ക് നേരെയായിരുന്നു ഇങ്ങനെയൊരു പ്രഹസനമെങ്കിൽ എന്താണെന്നായിരിക്കും മോളുടെ പ്രതികരണം? സേതുലക്ഷ്മി തൻ്റെ നേർക്ക് വന്ന ആ ചോദ്യത്തെ പെട്ടെന്ന് തന്നെ വഴിതിരിച്ചു വിട്ടു. ജോല ഒരു നിമിഷം കാളിദാസിനെ നോക്കി, പിന്നെ ബാലുവിനെയും. മേഡം, ഞാനൊരിക്കലും ആരെയും പണം കൊണ്ട് അളക്കുന്നവളല്ല. ആ പണം മടിയിലേക്ക് ഇട്ടുകൊടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർവണ്ടിക്കാരൻ്റെ അശ്രദ്ധ മൂലമുള്ള ദേഷ്യത്തിൽ നിന്നും ഉളവായതായിരിക്കും. കാരണം ആ വാഹനം എൻ്റെ ദേഹത്ത് ഇടിച്ചിരുന്നുവെങ്കിൽ അതുമൂലം എനിക്ക് മരണം സംഭവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അയാൾ കൊണ്ടുവരുന്ന സാരി എടുത്ത് ആയിരിക്കില്ല എന്നെ പട്ടടയിലേക്ക് എടുക്കുന്നത്. പിന്നെ ചോദ്യം, ആ സാരി ഞാനെന്ത് ചെയ്യും എന്നതാണെങ്കിൽ ഞാൻ അതൊരിക്കലും കത്തിച്ചു കളയുകയോ വലിച്ചു കീറി കളയുകയോ ചെയ്യില്ല. കാരണം ഒരു റിട്ടയർഡ് ഗവൺമെൻറ് ജോലിക്കാരനാണ് എൻ്റെ അച്ഛൻ. ചെറുപ്പം മുതൽ ഒരു പൈസ പോലും അനാവശ്യമായി ചെലവാക്കാൻ എന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. മിനിറ്റിന് മാറിക്കളിക്കാൻ ഫാഷൻ ഷോ ചെയ്യുന്ന പോലെ എനിക്ക് അത്രമാത്രം ഡ്രസ്സൊന്നും എൻ്റെ അച്ഛൻ വാങ്ങിത്തരാറില്ല. എനിക്കതിലൊരു കുറച്ചിലും ഇന്നുവരെ തോന്നിയിട്ടുമില്ല. വസ്ത്രം ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്. എത്രയോ ആളുകൾ നല്ലൊരു വസ്ത്രം ധരിക്കാൻ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഈ ലോകത്ത് എതിർവാഹനം ഓടിച്ചയാളുടെ അഹങ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത ആ വസ്ത്രം ഞാനൊരിക്കലും കത്തിച്ചു കളയില്ല. അയാൾക്ക് മുന്നിൽ അത് ധരിച്ച് കാണിച്ചു കൊടുക്കും. എനിക്കതിൽ തെല്ലും ജാള്യത തോന്നില്ല. കാരണം ഒരു നിമിഷത്തെ ദേഷ്യത്തിന് ഞാൻ കത്തിച്ചു ചാരമാകുന്നത് എത്രയോ പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് ചിന്ത എന്നിൽ ഉള്ളിടത്തോളം കാലം എനിക്കതിൽ നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചും കൊണ്ട് അവൾ കാളിദാസിൻ്റെ മുഖത്തേക്ക് കനപ്പിച്ചു നോക്കി. മറുപടി കിട്ടിയില്ലേ? ഇത് തന്നെയായിരിക്കും ഞാനും ചെയ്യുക. കാളിദാസിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചും കൊണ്ട് സേതുലക്ഷ്മി അത് പറഞ്ഞത്. എന്നാൽ അവർ പറഞ്ഞ ഓരോ വാക്കും അവനിലെ കോപത്തെ ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ അവൾക്കുണ്ടാകുന്ന നാണക്കേട്, അതുമൂലം അവളുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ, അതെല്ലാം നേരിൽ കാണാൻ വേണ്ടിയാണ് അവൻ സേതുലക്ഷ്മിയോട് അങ്ങനെയൊരു കഥ പറഞ്ഞത്. സേതുലക്ഷ്മി ആ ചോദ്യം ജോലയ്ക്ക് കൈമാറുമെന്ന് അവൻ ഒരിക്കലും കരുതിയതേയില്ല.
അപ്പോഴേക്കും കാളിന്ത് ഹൃദയയുടെയും ജ്വാലയുടെയും കൈപിടിച്ച് അവിടെ നിന്നും പോയിരുന്നു. അപ്പോൾ ആ കൊച്ചിനെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയത് നീയാണല്ലേ? സേതുലക്ഷ്മിയുടെ ചോദ്യത്തിൽ കാളിദാസ് മാത്രമല്ല ബാലുവും പകച്ചുപോയി. ആ കൊച്ചിൻ്റെ നെറ്റിയിൽ സ്റ്റിച്ചിട്ടത് ഞാനാ. സ്റ്റിച്ചിടുന്ന സമയത്ത് വേദന അറിയാതിരിക്കാൻ ആ മുറിവുണ്ടായതിനെ പറ്റി ഞാനെല്ലാം ചോദിച്ചറിഞ്ഞിരുന്നു. അതിന് അപകടം പറ്റിയത് നിങ്ങളുടെ കയ്യിൽ നിന്ന തെറ്റുകൊണ്ടാണ്. എന്നിട്ട് അതിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോടാ. നമ്മുടെ ഇന്ദുമോൾക്കാണ് വഴിയിൽ വെച്ച് ഇങ്ങനെ ഒരു അപകടം നടന്നതെങ്കിൽ ആ വണ്ടിക്കുള്ളിലുള്ളവർ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിച്ചില്ല എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് എത്രമാത്രം വേദനയുണ്ടാകും. ആ വണ്ടിക്കാരെ തിരഞ്ഞുപോയി തല്ലുമായിരുന്നില്ലേ നിങ്ങൾ രണ്ട് ഏട്ടന്മാർ? മുറിവേറ്റ ശരീരവുമായി വീട്ടിലേക്ക് കയറി വരുന്ന മകളെ കാണുമ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതൊന്നും പോരാഞ്ഞിട്ട് ആ കൊച്ചു പറഞ്ഞ ഒരു വാക്കിൻ്റെ പേരിൽ ഒരു സാരിയും വാങ്ങി അതിൻ്റെ മുഖത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നില്ലേ? സാരി വാങ്ങിയതാരായാലും സെലക്ഷൻ കൊള്ളാം. അത്രയും പറഞ്ഞുകൊണ്ട് സേതുലക്ഷ്മി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു മാധവ്. അവൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ജ്വാലയുടെ നെറ്റിയിലെ മുറിവായിരുന്നു തെളിഞ്ഞു നിന്നത്. ഒന്നും പറയാതെ അവനും അവിടെ നിന്നും നടന്നു നീങ്ങി. ബാലുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് കനപ്പിച്ചു നോക്കിക്കൊണ്ട് കാളിദാസ് സ്റ്റെപ്പ് കയറി തൻ്റെ റൂമിലേക്ക് പോയി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്ന് കേട്ടിട്ടേയുള്ളൂ. ഇവൻ്റെ കലിപ്പ് മുഴുവൻ എൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ. സ്വയം ആത്മകഥം ചെയ്തുകൊണ്ട് അവൻ ഭക്ഷണം വിളമ്പുന്നതിനിടയിലേക്ക് പോയി. അന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിലെ തൻ്റെ റൂമിലിരിക്കുമ്പോഴാണ് റിസപ്ഷനിസ്റ്റ് സിന്ധു ജ്വാലയുടെ അഡ്രസ്സ് ഡോക്ടർ സൂരജിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തത്. താങ്ക്സ് സിന്ധു. തിരിഞ്ഞു നടക്കുകയായിരുന്ന സിന്ധുവിൻ്റെ നേർക്ക് നോക്കി ചിരിച്ചും കൊണ്ട് സൂരജ് നന്ദി അറിയിച്ചു. പ്രത്യേക തരത്തിൽ ചിരിച്ചുകൊണ്ട് അവൾ കൺകോണിലൂടെ സൂരജിനെ നോക്കി. മാതക സുന്ദരി. അവൻ്റെ നാവിലന്നേരം സ്ഥാനം പിടിച്ചത് ആ വാക്കുകളായിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.